ഗ്രൂപ്പ് സമവാക്യങ്ങൾ, സമുദായ സമവാക്യങ്ങൾ, നേതാക്കളുടെ ബാഹുല്യം, ഇതെല്ലാം കൊണ്ടും എന്നും കിടന്നു വട്ടം കറങ്ങുന്ന കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ യു ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തി 2 മാസം കഴിയുമ്പോഴേക്കും പിടിച്ച പൊല്ലാപ്പുകൾ എന്തൊക്കെയാണ്? നിസാരമായി ഒരു മോഡിഫിക്കേഷനിൽ തുടങ്ങി, പ്രിയദർശിനി സൗജന്യ യാത്രയിൽ തുടങ്ങി, ഇന്ന് PM ശ്രീയിൽ പോലും എത്തി നിൽക്കുകയാണ് ആ മലക്കം മറിച്ചിലുകളുമായി യൂട്ടേണുകളും എന്നുള്ളതാണ്. എന്നിട്ട് ഈ PM ശ്രീ വിഷയത്തിൽ ഒരു സ്റ്റാൻഡ് എടുത്ത് കൃത്യമായ നിലപാട് പറഞ്ഞ് അതിന് വേണോ വേണ്ടയോ എന്ന് പറയാനുള്ള ആർജവമില്ലാതായി പോകുന്നു UDF എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ ദിവസം ഒരു മുഖ്യധാര മാധ്യമം ചർച്ച ചെയ്ത പോലെ സതീശൻ എന്ത് പറയുന്നോ അത് ഹോൾഡ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം UDF വരുന്നു എന്നുള്ളതാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങളും സമുദായ സമവാക്യങ്ങളും നേതാക്കളുടെ ബാഹുല്യവും കൂടാതെ പുതിയൊരു തലവേദന UDF വരുന്നു. ആ തലവേദനയുടെ പേരാണ് VD സതീശൻ. VD സതീശനും ഒരു ഗ്രൂപ്പായി, ഒരു സമുദായമായി, ഒരു പൊളിറ്റിക്കൽ ഫാക്ടറായി മാറുന്നു. സതീശൻ എന്ത് പറയുന്നു എന്ന് സതീശന് പോലും അറിയില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പറയുന്നതിനെ ഹോൾഡ് ചെയ്യേണ്ട, ഡിഫെൻഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വത്തിലേക്ക് പോകുന്നവരാരൊക്കെയാ? പിന്നീട് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ, മെയിൻ സ്ട്രീമിൽ ഇപ്പൊ ഇല്ലാത്ത നേതാക്കൾ പോലും ആൻസർ പറയാൻ കിടന്നു വട്ടം കറങ്ങുകയാണ്. ലീഗ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി പോലും ഇന്ന് വലിയ രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റാതെ മലബാറിൽ നിൽക്കുന്നതും അതുകൊണ്ടാണ്. സതീശന്റെ എടുത്ത് വെച്ചു പുലർത്തുന്ന ഒരു മൃദു സമീപനം, സതീശനെ അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം, സതീശനെ തിരുത്തണമെന്ന് പറയാൻ പറ്റാത്തൊരു കാര്യം, ഹൈക്കമാൻഡിനു മേൽ വളർന്ന സതീശൻ, രാഹുൽ ഗാന്ധിക്ക് മേൽ വളർന്ന സതീശൻ, KC വേണുഗോപാലിന് തൊടാൻ കഴിയാത്ത സതീശൻ, കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ ഇരുന്ന് മുഖ്യമന്ത്രി പദത്തിൽ എനിക്ക് വിഷമമില്ല എന്ന് പറയുന്നത് കൃത്രിമമായി പോകുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടും അധികായനായ നേതാവിന് ഇപ്പോഴും വിഷമമുണ്ടെന്ന് പറയുമ്പോഴും ആ വിഷമത്തെ പോലും കണ്ടില്ല എന്ന് നടിച്ച് VD സതീശന് മുഖ്യമന്ത്രി പദം കൊടുത്തിട്ട് അഴിഞ്ഞാടാൻ വിട്ടിരിക്കുന്ന സതീശന് നൽകുന്ന സ്വാതന്ത്ര്യം, പാർട്ടിക്ക് മേൽ വളരുന്ന സതീശൻ, അങ്ങനെ ഒരു നേതാവ് വളരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ UDF പോലെ ഒരു പാർട്ടിയിൽ, UDF പോലെ ഒരു മുന്നണിയിൽ, കോൺഗ്രസ് പോലെ ഒരു പാർട്ടിയിൽ അത് ഒട്ടും ഭൂഷണമല്ല, പോസിറ്റീവ് അല്ല എന്ന് പറയാതെ വയ്യ. വന്നിരുന്ന് അഭിപ്രായങ്ങൾ പറയുമ്പോ, പറഞ്ഞ കാര്യങ്ങളെ മാറ്റി പറയുമ്പോ, റെക്കോർഡിക്കൽ ഡിജിറ്റൽ തെളിവുകൾ വെച്ച് നിങ്ങൾ പറയുന്നത് തെറ്റാണ്, പണ്ട് നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെയല്ലേ എന്ന് പറയുമ്പോ പെട്ടെന്ന് ദേശത്തിലേക്കും അലോസരപ്പെടുന്ന ഭാവത്തിലേക്കും ഒക്കെ സതീശൻ പോയി ആ വാർത്താ സമ്മേളനം സതീശൻ അങ്ങ് അവസാനിപ്പിക്കും. പക്ഷേ അതിന് പിന്നാലെ വരുന്നവരാണ് ചുവട് പിടിച്ച് കുഴഞ്ഞു പോകുന്നത്. അതാണ് UDF-ൽ 2 മാസം കഴിയുമ്പോൾ സംഭവിച്ച ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഇൻസിഡന്റ് എന്ന് പറയേണ്ടി വരും. ഇത്രമേൽ വലിയ പ്രശ്നങ്ങളിലേക്കും ആൻസർ പറയാൻ പറ്റാത്ത കാര്യങ്ങളിലേക്കും നിലപാട് മാറ്റത്തിലേക്കും യൂട്ടേൺ എന്നൊരു ഫ്രേസിലേക്കും ഒക്കെ രാഷ്ട്രീയ കേരളം എത്തിപ്പെട്ടത് സതീശനെടുത്ത നിലപാടും ആ നിലപാടിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത കോൺഗ്രസിലെയും UDF-ലെയും മുന്നണി നേതാക്കളുമാണ് എന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെയാണ് സതീശൻ ഒരു തലവേദനയായി മാറുന്നത്. പാർട്ടിക്ക് മുകളിൽ വളരുന്ന, ഹൈക്കമാൻഡിന് മേൽ വളരുന്ന സതീശൻ അപകടകാരിയായി മാറുന്നതും അതുകൊണ്ട് തന്നെ.